പ്രണയമന്താരം. രചന, അവതരണം മിത്രവിന്ദ. ശ്രീകുട്ടിയാണെങ്കിൽ ഇളയ മകളായതുകൊണ്ട് എല്ലാവർക്കും അല്പം ലാളന അവളോട് കൂടുതലുണ്ട്. കണ്ണൻ്റെ അടുത്ത് ചെന്നിരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ അവൾ ചോദിക്കുകയാണ്. കണ്ണൻ്റെ മടിയിൽ രാജിയുടെ കുഞ്ഞുമുണ്ട്. പെൺമക്കൾ രണ്ടുപേരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്നുവെന്നറിഞ്ഞപ്പോൾ രാജനും ശോഭയ്ക്കുമൊക്കെ ഒരുപാട് സന്തോഷമായി. രാജിയുടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് കല്ലുവും ശ്രീകുട്ടിയും ഇരിക്കുന്നുണ്ട്. ഒപ്പം ശ്രീകുട്ടിയുടെ വീട്ടിലെ വിശേഷമൊക്കെ കല്ലു ചോദിച്ചറിയുന്നുമുണ്ട്. അവിടുത്തെ അമ്മയ്ക്കൊക്കെ അവളെ വലിയ കാര്യമാണെന്നും സുനീഷ് വളരെ സ്നേഹമുള്ള ആളാണെന്നുമൊക്കെ ശ്രീകുട്ടി അവളോട് പറഞ്ഞു. അതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷത്തോടെ കല്ലു വരുന്നു. ശോഭയും രാജയും കൂടി ചോറും കറികളും ഒക്കെ എടുത്ത് മേശമേൽ നിരത്തി. ആണുങ്ങളെല്ലാവരും കൂടി ആദ്യം വരുന്നു. നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ 4 പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷമാണ് ബാക്കിയുള്ളവരിരുന്നത്. അമ്മ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. അത് നമ്മുടെ നാവിൽ നിന്ന് പോകില്ല, അല്ലടി ശ്രീകുട്ടി? രാജി അതും പറഞ്ഞുകൊണ്ട് അല്പം മീൻ്റെ ചാറെടുത്ത് ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ടെടുത്ത് നാവിലേക്ക് വെച്ചു. സത്യമാണ്, ഞാൻ എപ്പോഴും ഓർക്കും. അവൾ ചിരിച്ചുകൊണ്ട് അമ്മയെ നോക്കി. ഇടയ്ക്ക് കല്ലുവിനോടും ഓരോരോ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് രാജി. അവളൊക്കെ കേട്ടുകൊണ്ട് തല കുലുക്കുന്നുമുണ്ട്. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ണൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ലോൺ അടയ്ക്കാഞ്ഞ കാര്യം ശോഭ പെൺമക്കളോട് പറയുന്നത്. അമ്മേ, അമ്മ എന്നിട്ട് എന്താ ഈ കാര്യം എന്നോട് പറയാഞ്ഞത്? രണ്ടുപേരും ഒരേ ശബ്ദത്തിൽ ചോദിച്ചു. നിങ്ങളോടൊന്നും ഈ കാര്യം പറയേണ്ടെന്ന് അവൻ എന്നോട് തീർത്തു പറഞ്ഞു എന്ന് കരുതി അമ്മ മിണ്ടാതിരിക്കുകയോ ചെയ്തതല്ലേ? പാവ ഏട്ടൻ. ശ്രീകുട്ടിക്ക് സങ്കടമായി. ഒപ്പം രാജിക്കും. ഏട്ടൻ ഓട്ടം ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കും. അപ്പോൾ ഏട്ടൻ കുഴപ്പമില്ലെന്നാണ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രീകുട്ടി എല്ലാവരോടുമായി പറയുകയാണ്. സാരമില്ല മക്കളെ, നിങ്ങളെ എന്തിനാ ഇതൊക്കെ അറിയിക്കുന്നതെന്ന് കരുതിയാണ്. പോട്ടെ, എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശോഭയാണെങ്കിൽ പ്ലേറ്റുകളെല്ലാം എടുത്തുകൊണ്ടുപോയി കഴുകാനായി ഇട്ടു. അപ്പോഴേക്കും രാജി വന്ന് അവയെല്ലാം കഴുകാൻ തുടങ്ങി. ശ്രീകുട്ടിയാണെങ്കിൽ കണ്ണിനെയും വിളിച്ചുകൊണ്ട് പിന്നിലേക്ക് പോയി. ഏട്ടാ, എന്നടി മോളെ, ഇത് കൊണ്ടുപോയി പണയം വെക്ക്, എന്നിട്ട് ആ ലോൺ കുടിശ്ശിക തീർക്കാൻ നോക്ക്. അവൾ കയ്യിൽ കിടന്ന ഒരു വളയൂരി അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ലോണ് കുടിശ്ശികയോ? ഇതാരാ നിന്നോട് പറഞ്ഞത്? ഏട്ടൻ എന്നോടൊന്നും ഒളിക്കണ്ട, എല്ലാം അമ്മ എന്നോട് പറഞ്ഞു. എടി, അതൊക്കെ ഞാൻ ഇന്നലെ അടച്ചു. നീ വള നിൻ്റെ കയ്യിലിട്. അതവൻ തിരിച്ച് അനുജത്തിയെ ഏൽപ്പിച്ചു. ഏട്ടാ, എനിക്കറിയാം ഏട്ടൻ എന്നോടിപ്പോൾ പറയുന്നതൊക്കെ വെറുതെയാണെന്ന്. അതുകൊണ്ട് ഏട്ടൻ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് ആ പൈസയൊക്കെ ഒന്ന് അടയ്ക്കാൻ നോക്ക്. അവൾ വീണ്ടും അവൻ്റെ കയ്യിലേക്ക് വള കൊടുക്കാൻ ശ്രമിച്ചു. എങ്കിലും കണ്ണനത് വാങ്ങിയില്ല. ശ്രീകുട്ടി, അന്യ കുടുംബത്തിൽ കെട്ടിച്ചയച്ചിട്ട് ഒരുപാടായിട്ട് പോലുമില്ല. ആ സുനീഷെങ്ങാനും കണ്ടുകൊണ്ട് വന്നാൽ നമുക്ക് നാണക്കേടാണ്. അതുകൊണ്ട് നീ അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. അവൻ തിക്കും പോക്കും നോക്കി മെല്ലെ അവളോട് പറഞ്ഞു. ഏട്ടാ, സുനീഷേട്ടൻ പാവമാണ്. ഇതൊന്നും ഏട്ടൻ ആരോടും പറയില്ല. നീ അങ്ങോട്ട് ചെല്ലാൻ നോക്കിക്കേ, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് കണ്ണനും പുറത്തേക്ക് പോയി. നീ ഇതെവിടായിരുന്നു? അമ്മയാണ്. അടുക്കളയിലേക്ക് കയറി ചെന്നതാണവൾ. കല്ലുവും രാജിയും കൂടി ഇരുന്ന് പഴുത്ത വരിക്കച്ചക്കയുടെ ചുളയടർത്തി പ്ലേറ്റിലേക്ക് ഇടുകയാണ്. നിന്നോട് ചോദിച്ച കേട്ടില്ലേ ശ്രീകുട്ടി? അത് പിന്നെ ഞാൻ ഏട്ടൻ്റെ അടുത്തൊന്ന് പോയതാമ്മേ. എന്തിന്? ഒന്ന് സംസാരിക്കാനായിരുന്നു. അവൾ പറഞ്ഞതും കല്ലുവും രാജിയും മുഖമുയർത്തി അവളെ നോക്കി. ഞാൻ ഈ വളയെന്ന പണയം വെച്ചിട്ട് ഏട്ടനോട് പറഞ്ഞതാ ബാങ്കിൽ കൊണ്ടുപോയി പൈസ അടയ്ക്കാൻ. പക്ഷേ ഏട്ടനാണെങ്കിൽ സമ്മതിക്കുന്നില്ല. എന്നോട് പറഞ്ഞത് കുടിശ്ശിക തീർത്തു എന്നാണ്. അവിടെ കിടന്നിരുന്ന പ്ലാസ്റ്റിക് കസേരയിലേക്ക് അമർന്നിരുന്നു കൊണ്ട് ശ്രീകുട്ടി പറഞ്ഞു. ഇതാപ്പോൾ നന്നായി. കല്ലുമോൾ എത്ര തവണ ഈ കുട്ടിയുടെ വളയെടുത്ത് കൊടുത്തു. അവൻ പക്ഷേ അത് മേടിക്കത്തില്ല, പണയൊട്ട് വയ്ക്കുകയുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമേ? രാജി ചോദിച്ചു. ഞാൻ ആ കുടുംബശ്രീയിൽ 20,000 രൂപ വായ്പ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ എടുത്തത് 5,800 രൂപ അടയ്ക്കാനുണ്ട്. അതെങ്ങനെയെങ്കിലും അടച്ചിട്ട്
20,000 രൂപ ലോൺ എടുക്കണം. അത് കൊടുത്ത് അവനെ കൊണ്ട് അടപ്പിക്കാം. ശോഭ പ്രതീക്ഷയോടെ മക്കളെ 3 പേരെയും നോക്കി. അമ്മേ, അതൊന്നും വേണ്ട. കണ്ണേട്ടന് എന്തെങ്കിലും വഴി കാണും. ഇപ്പോൾ ആരും അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. കല്ലു അമ്മയുടെ തോളി തട്ടി. എന്തു വഴിയാണ് മോളെ? എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാ. അവനെക്കൊണ്ട് താങ്ങാൻ പറ്റൂ ഇതെല്ലാം? അച്ഛന് വയ്യാണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ചുമലിലേക്ക് ഈ ഭാരം എല്ലാം വെക്കത്തില്ലായിരുന്നു. അതും പറഞ്ഞ് ശോഭ കരഞ്ഞു. അമ്മേ, രാജി അമ്മയുടെ തോളി കൈവച്ചു. അവൻ്റെ ചില നേരത്തെ വിഷമവും ഇരിപ്പും കാണുമ്പോൾ എനിക്ക് ചങ്ക് പൊട്ടും. ആരോടും ഒന്നും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കും അവൻ. അമ്മ ഓരോന്ന് പറഞ്ഞ് വിഷമിക്കാതെ. കല്ലുവിന് സങ്കടമായി. രാജി അമ്മയെ സമാധാനിപ്പിച്ചു. ശ്രീകുട്ടിയാണെങ്കിൽ വീണ്ടും അവളുടെ വളയൂരി അമ്മയെ ഏൽപ്പിച്ചു. അമ്മേ, ഇത് ഏട്ടൻ്റെ കൈ കൊടുത്താൽ മതി. എന്നിട്ട് കിട്ടുന്ന പൈസയ്ക്ക് എന്തെങ്കിലും ചെയ്തു. വേണ്ട ശ്രീകുട്ടി, പൈസയ്ക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ എൻ്റെ കുറച്ച് സ്വർണ്ണമുണ്ട്, അതെടുക്കാം. ഇതിപ്പോൾ കയ്യിലേക്കിട്. സ്നേഹപൂർവ്വം കല്ലു അവളോട് പറഞ്ഞു. അത്രയും നേരം ചിരിച്ച് കളിച്ചിരുന്നതാണ് എല്ലാവരും. അമ്മ ഇതൊക്കെ പറഞ്ഞതോടെ അവരാകെ മൗനമായി. 4 മണിക്ക് ചായ കുടിച്ചിട്ടാണ് ശ്രീകുട്ടിയും രാജിയുമൊക്കെ പോകാനിറങ്ങിയത്. ചെറിയ മഴക്കോളുള്ളതുകൊണ്ട് കണ്ണം പിന്നീട് അന്ന് വണ്ടിക്ക് ഓട്ടത്തിന് പോയില്ല. സഹോദരിമാർ 2 പോയി കഴിഞ്ഞ് കണ്ണൻ അമ്മയുമായി വഴക്കുണ്ടാക്കി. കല്ലു അപ്പോൾ കുളിക്കാൻ കയറിയതാണ്. അവന് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന കാര്യം 2 അമ്മ പറഞ്ഞതാണ് അവൻ്റെ ദേഷ്യം. ശോഭ ഒന്നും മിണ്ടാതെ നിന്നതേ ഉള്ളൂ. വായിൽ വന്നതൊക്കെ അവൻ വിളിച്ചു പറഞ്ഞു. അച്ഛൻ വന്ന് ദേഷ്യപ്പെട്ടപ്പോഴാണ് അവനൊന്ന് ശമിച്ചത്. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. അടുത്ത ദിവസം കാലത്തെ തന്നെ കല്ലുവും കണ്ണനും കൂടി ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. 10 മണിക്ക് മുന്നേ ചെല്ലണം, ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് അവർ കാലത്തെ തന്നെ ഇറങ്ങി. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ കല്ലുവിനും കുഞ്ഞിനും യാതൊരു കുഴപ്പവുമില്ല. അവൾക്കിത്തിരി വെയിറ്റൊക്കെ കൂടി വരുന്നുണ്ട്. ഛർദിയൊക്കെ കുറഞ്ഞതുകൊണ്ട് അത്യാവശ്യം ഭക്ഷണമൊക്കെ അവൾ കഴിക്കുന്നുണ്ടെന്ന് കണ്ണൻ ഡോക്ടറോട് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച സ്കാൻ ചെയ്യാൻ വരാനാണ് അവർ കല്ലുവിനോട് പറഞ്ഞു വിട്ടത്. അയൺ ഗുളികയും കാൽഷ്യം ഗുളികയും തുടർന്ന് കഴിക്കാനും ഡോക്ടർ അവൾക്ക് നിർദ്ദേശിച്ചു. 2 കൂടി ഏകദേശം 12 മണിക്ക് മുന്നേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അടുത്തുള്ള ഹോട്ടലിൽ നിന്നും പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ത്രസിപ്പിക്കുന്ന ഗന്ധം വായുവിൽ കലർന്നിട്ടുണ്ട്. കല്ലൂനാണെങ്കിൽ അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ മോഹം. കണ്ണേട്ടാ, കാശുണ്ടോ ഏട്ടാ കയ്യിൽ? എന്തിനാ കല്ലു? ഉണ്ടോന്ന് പറയേ. 12,000 രൂപയുണ്ട്. എന്നാടി? എനിക്കൊരു കൂട്ടം കഴിക്കാനൊരു പൂതി. കാറിൻ്റെ അടുത്ത് നടന്നു വരുമ്പോൾ അവളിക്കാര്യം കണ്ണിനെ അറിയിച്ചു. അതെന്താണാവോ? അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചു. ഒരു ബിരിയാണി. അത്രയേ ഉള്ളോ? നമുക്ക് ഈ തിരക്കിൽ നിന്ന് ഒന്ന് മാറി ഏതെങ്കിലും ഹോട്ടലിൽ കയറാം. മതിയേട്ടാ. അപ്പോഴേക്കും കലുവിൻ്റെ ഫോൺ ശബ്ദിച്ചു. അമ്മയാണ്. അവൾ ഫോണെടുത്ത് അമ്മയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. എങ്കിൽ വെച്ചേക്കാം മോളെ, എങ്ങനെ ഉണ്ടെന്നറിയാനായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവർ ഫോൺ വെച്ചു. തിരക്കിൽ നിന്നും അല്പം മാറിയുള്ള സാമാന്യം തരക്കേടില്ലാത്ത ഒരു ഹോട്ടലിലാണ് കണ്ണൻ കൊണ്ടുപോയി വണ്ടി നിർത്തിയത്. 2 കൂടി അവിടെ കയറി. അവൾക്കിഷ്ടമുള്ള ചിക്കൻ ബിരിയാണി കണ്ണൻ മേടിച്ചു കൊടുത്തു. അവനാണെങ്കിൽ 2 ചപ്പാത്തിയാണ് കഴിച്ചത്. അച്ഛനും അമ്മയ്ക്കും പൊറോട്ടയും ബീഫ് കറിയും പാഴ്സൽ വാങ്ങി. അവർക്ക് 2 അത് വല്ലാത്ത ഇഷ്ടവുമാണ്. 2 മണി കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലെത്തി. ശോഭയാണെങ്കിൽ മുറ്റത്തുണങ്ങാനിട്ടിരിക്കുന്ന വറ്റൽമുളകെല്ലാം ചിക്കിയിടുകയാണ്. ഹോസ്പിറ്റലിൽ നിന്നും വന്നു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് കല്ലു ഇത്തിരി നേരം കയറിക്കിടന്നു. യാത്ര ചെയ്തു പോയതുകൊണ്ട് അവൾക്ക് നല്ല ക്ഷീണം തോന്നി. ഇടയ്ക്ക് ശോഭ വന്ന് നോക്കിയപ്പോൾ ഇടതുവശം ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന കല്ലുവിനെയാണ് അവൾ കണ്ടത്. കണ്ണനാണെങ്കിൽ പുറത്തേക്ക് പോയിരുന്നു. അവൻ തിരികെ തൻ്റെ മുറിയിലേക്ക് പോയി. കല്ലുമോളെത്തി കിടന്നോടി. മയങ്ങി. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, കുഞ്ഞിനൊരു കുഴപ്പവുമില്ല. പരിശോധന കഴിഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞു.
ചേട്ടൻ ഗുളികയൊക്കെ കഴിച്ചതല്ലേ? കഴിച്ചു. തറയിലേക്ക് ഒരു തോർത്തെടുത്ത് വിരിച്ചിട്ട് ശോഭ അവിടെ കിടന്നു. നിനക്ക് ഈ കട്ടിൽ കയറി കിടക്കാൻ മേലേ? വാദമുള്ളതല്ലേടി? ഓ, ഭയങ്കര ചൂടല്ലേ? ഈ തറയിൽ കിടക്കുമ്പോൾ നല്ല തണുപ്പാണ്. ശോഭയും അല്പസമയം കിടന്ന് ഉറങ്ങിപ്പോയി. ഫോണ് ശബ്ദിക്കുന്ന കേട്ടപ്പോഴാണ് ശോഭ കണ്ണു തുറന്നത്. ഭഗവാനെ, ഒരുപാട് നേരമായോ? ഫോൺ ബെല്ലടിക്കുന്ന കേട്ടുകൊണ്ട് കല്ലു അതെടുത്തു നോക്കി. അച്ചമ്മയാണ് വിളിക്കുന്നത്. ഉടനെ തന്നെ ശോഭ അവരെ തിരിച്ചു വിളിച്ചു. ഹലോ അച്ചമ്മേ. ഞാനൊന്ന് കിടന്നു മയങ്ങിപ്പോയി. അതെയോ? കല്ലുമോളുണ്ട്, കിടക്കുക. ആ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അച്ചമ്മയ്ക്ക് എന്തുണ്ട് വിശേഷം? ആ, അത് ശരി. ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ കൊണ്ടുപോയാൽ മതി. നിർബന്ധമൊന്നുമില്ല. അച്ചമ്മയോട് സംസാരിച്ച് ഫോൺ വെച്ച ശേഷം അവർ ഭർത്താവിനോടായി പറഞ്ഞു. കല്ലുമോളെ 7-ാം മാസത്തിൽ കൊണ്ടുവന്ന കാര്യം പറയാനാണ് അച്ചമ്മ വിളിച്ചത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോടി? ഞാൻ പറഞ്ഞു നമുക്ക് നിർബന്ധമൊന്നുമില്ലെന്ന്. അച്ചമ്മയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. ആ, അച്ചമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഒരുപാട് ദിവസമൊന്നും അവിടെ നിർത്തണ്ട. എന്തെങ്കിലും പെട്ടെന്നൊരു വയ്യാഴിക വന്നാൽ അച്ചമ്മ തനിച്ചല്ലേ ഉള്ളൂ. കല്ലുമോളുടെ അപ്പച്ചിയും ഭർത്താവും ഒക്കെ വരുമ്പോൾ വൈകുന്നേരം ആവില്ലേ? ഞാനതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ച നിർത്തിയിട്ട് മോളെ നമുക്കിങ്ങോട്ട് തിരികെ കൊണ്ടുപോരാം. നീ കണ്ണനോടുകൂടി സംസാരിക്കുക. ആ, അവൻ വരട്ടെ. കല്ലു എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നപ്പോൾ അച്ചമ്മ വിളിച്ച കാര്യം ശോഭ അവതരിപ്പിച്ചു. എന്നോട് ഈ കാര്യം ഇന്നലെ സൂചിപ്പിച്ചിരുന്നമ്മേ. ഞാൻ അമ്മയോട് പറയാൻ മറന്നുപോയതാണ്. ആണോ? നല്ലൊരു ദിവസം നോക്കിയിട്ട് വിളിക്കാമെന്നാണ് അച്ചമ്മ പറഞ്ഞത്. അടുത്ത ആഴ്ച എനിക്ക് PSC എക്സാം ഉണ്ട്. അതിനുശേഷം പോകാം അല്ലേ അമ്മേ? അത് മതി മോളെ. അച്ചമ്മയോട് ആ കാര്യം മോളൊന്ന് പറയണേ. ഉവ്. കല്ലുവാണെങ്കിൽ ഉത്സാഹിച്ചിരുന്ന് പഠിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി നേടണം. അതാണ് അവളുടെ ഒരേ ഒരു ലക്ഷ്യം. എല്ലാ ദിവസവും കണ്ണൻ അവളോട് ചോദ്യങ്ങൾ ചോദിക്കും. അവനും നന്നായി അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ ഒന്നൊന്നായി പിന്നിട്ടു. ഇന്നാണ് കല്ലുവിൻ്റെ പരീക്ഷ. കാലത്തെ തന്നെ കണ്ണൻ കുളിച്ച് അമ്പലത്തിൽ പോയി. കല്ലുവിൻ്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചു. ആ പ്രസാദമൊക്കെ അവളെ തൊടുവിച്ചിട്ടാണ് അവൻ എക്സാമിന് കൊണ്ടുപോയത്. അച്ഛനോടും അമ്മയോടും അച്ചമ്മയോടുമൊക്കെ അവൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ പരീക്ഷയ്ക്ക് കയറിയ സമയം മുതൽ അച്ചമ്മ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. ശോഭയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവൾക്കൊരു ജോലി. കാരണം തൻ്റെ മകനെ കൊണ്ട് താങ്ങാൻ പറ്റാത്തത്ര കടമാണ് അവൻ്റെ മേലുള്ളത്. കല്ലുവിനും കൂടി ഒരു ജോലി കിട്ടിയാൽ അവനൊരു സഹായമാകുമല്ലോ എന്ന് അവർ ഓർക്കും. എല്ലാവരുടെയും പ്രാർത്ഥന പോലെ അവൾക്ക് പരീക്ഷ വലിയ കുഴപ്പമില്ലായിരുന്നു. പരീക്ഷ നല്ല എളുപ്പമായിരുന്നു കണ്ണേട്ട. ഉറപ്പായി ഞാൻ ലിസ്റ്റിൽ വരും. പുറത്ത് കാത്തുനിന്ന് കണ്ണിനെ കണ്ട് അവൾ സന്തോഷത്തോടെ പറഞ്ഞു. നീ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ? ഈശ്വരനത് കാണാതിരിക്കില്ല. അവൻ അവളുടെ ചുമലിൽ തട്ടി. പരീക്ഷ നടന്ന സ്കൂളിൻ്റെ അടുത്തായി ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. ഉഴുന്നുവടയും പഴംപൊരിയും ബോണ്ടയും ഒക്കെ കണ്ടപ്പോൾ കല്ലുവിനതൊക്കെ കഴിക്കാൻ ആഗ്രഹം. കണ്ണനോട് പറഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് രണ്ടാളും അവിടെ കയറി. കല്ലുവാണെങ്കിൽ ഓരോരോ വിശേഷങ്ങൾ അവനോട് വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ സന്തോഷത്തിൽ പരീക്ഷ നന്നായി എളുപ്പമായി എന്ന് അവനും മനസ്സിലായി. പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ അവൾ അച്ഛമ്മയും അമ്മയെയും ഒക്കെ വിളിച്ചു. അത്യാഹ്ലാദത്തോടെയാണ് കല്ലു വീട്ടിലെത്തിയത്. ശോഭയാണെങ്കിൽ ഉമ്മറപ്പടിയിൽ അവളെ കാത്തു നിൽപ്പുണ്ട്. അവൾ ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു. ലിസ്റ്റിൽ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ എല്ലാം ഭഗവാന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഈശ്വരൻ നമ്മളെ കൈവിടിയില്ല മോളെ. നീ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, അതിന് ഫലം കാണും. ശോഭയും അവളെ ചേർത്ത് പിടിച്ചു. ഒരുപാട് സമാധാനത്തോടെയാണ് അന്ന് കല്ലുവും കണ്ണനും ഉറങ്ങിയത്. ഇന്നാണ് കല്ലുവിന് 7-ാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുപോക്കൽ ചടങ്ങ്. അവിടെ നിന്നും അച്ഛമ്മയും ശോഭയും ഭർത്താവും അവരുടെ മൂത്ത മകളും. പിന്നെ അടുത്ത വീട്ടിലെ ഒരാളുടെ വണ്ടി വിളിച്ചാണ് അവർ വരുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ഒരാളും. അങ്ങനെയാണ് അച്ഛമ്മ ശോഭയോട് പറഞ്ഞത്. 5 പേരാണ് വരുന്നത്.
കല്ലുവും കുഞ്ഞും കൂടി 7 പേര് തിരികെ പോകും. കല്യാണ സാരിയൊക്കെ ഉടുത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് മുല്ലപ്പൂ ചൂടി നിൽക്കുവാണ് കല്ലു. എന്നാലും മുഖത്തൊട്ടും തെളിച്ചമില്ല. കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസം വരെയും കണ്ണനെ പിരിഞ്ഞിട്ട് ഒരൊറ്റ ദിവസം പോലും അവൾ നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ. ആ ഒരു വിഷമം അവൾക്കുണ്ട്. പിന്നെ അച്ചമ്മയുടെ അടുത്ത് പോയി ഒരാഴ്ച നിന്നിട്ട് വരാൻ കണ്ണൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇടയ്ക്ക് അവനും വന്നോളാമെന്നും അറിയിച്ചു. 11 മണിയായപ്പോൾ അവരെല്ലാവരും എത്തി. ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് അച്ചമ്മ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയത്. ശ്രീകുട്ടി കാലത്തെ വന്നു. രാജി തലേ ദിവസവും എത്തി. എല്ലാവർക്കും കഴിക്കാനായി ഊണാണ് ഒരുക്കിയത്. പുളിശ്ശേരിയും മാങ്ങ അച്ചാറും മീൻ കുടംപുളിയിട്ട് പറ്റിച്ചതും പോത്തിറച്ചി ഉലർത്തിയതും പാവയ്ക്ക കൊണ്ടാട്ടവും. അങ്ങനെ പോകുന്ന വിഭവങ്ങൾ. സന്തോഷത്തോടെ അവരെ എല്ലാവരെയും സ്വീകരിച്ചിരുത്തി ശോഭയും പെൺകുട്ടികളും കണ്ണനുമൊക്കെ ചേർന്ന് അവർ ഊണ് വിളമ്പി. 12:30 ശേഷമാണ് പുറപ്പെടേണ്ട സമയം. ഇറങ്ങുന്ന സമയത്ത് കല്ലുവിന് അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തൂവി. കണ്ണൻ കളിയാക്കിയപ്പോൾ അവനെ നോക്കി അവൾ മുഖം വീർപ്പിച്ചു. അവൻ്റെ നെഞ്ചകവും വിങ്ങുകയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹം മേടിച്ച് അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അച്ഛമ്മയുടെയും അപ്പച്ചിയുടെയും ഒക്കെ ഒപ്പം ഇറങ്ങി. വീട്ടിൽ ചെന്ന് കയറിയതും കണ്ണൻ്റെ ഫോൺ കോൾ അവളെ തേടി എത്തി. കല്ലു, നിനക്ക് പോയ വഴിക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടായോ? ഏയ്, കുഴപ്പമൊന്നുമില്ല ഏട്ടാ. ഞങ്ങൾ വന്ന വണ്ടിയിലെ ചേട്ടൻ പതിയാണ് ഡ്രൈവ് ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ദൂരം യാത്രയുണ്ടല്ലോ. നിങ്ങൾ എപ്പോൾ ചെന്നു വീട്ടിൽ? ഏയ്, പേടിക്കാനൊന്നുമില്ല. ഞങ്ങളിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അതെയോ? എന്നാൽ നീ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി ഏട്ടാ. അവൾ ഫോൺ കട്ട് ചെയ്തു. അന്ന് അവൾ കിടന്നുറങ്ങുവോളം കണ്ണൻ അവളെ വിളിച്ച് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അച്ചമ്മയുടെ ഒപ്പം കല്ലു കിടന്നുറങ്ങി. പക്ഷെ കണ്ണനായിരുന്നു ഏറെ ബുദ്ധിമുട്ട്. അവളുടെ ഗന്ധം ആ മുറി മുഴുവൻ തങ്ങി നിൽക്കുകയാണത്. അവൾ ചൂടിയ മുല്ലപ്പൂവിൻ്റെ പരിമളം അപ്പോഴും അവിടെ നിറഞ്ഞു നിൽക്കുന്നു. എന്നും തൻ്റെ ചൂടുപറ്റി ഉറങ്ങുന്നവളാണ്. തൻ്റെ വലതുകരമെടുത്ത് അവളുടെ വീർത്ത വയറിന്മേൽ പൊതിയും. അപ്പോഴാവും തൻ്റെ കൺമണി ഒന്നനങ്ങുന്നത്. ചില രാത്രികളിലൊക്കെ ഉറക്കം വരാണ്ട് താൻ ഇങ്ങനെ കിടക്കും. പലപ്പോഴും സാമ്പത്തിക പ്രശ്നം മൂലം കല്ലുവിനോട് അങ്ങനെ ഒന്നും വിട്ടുപറയില്ല. കാരണം അവളെ വെറുതെ ടെൻഷൻ അടുപ്പിക്കേണ്ടെന്നാണ്. എത്രയൊക്കെ ആണെങ്കിൽ പോലും അവൾ അടുത്തുള്ളപ്പോൾ, അവളുടെ സാമീപ്യം അറിയുമ്പോൾ, ആ സ്നേഹം പങ്കിടുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഖമുണ്ടായിരുന്നു. പല പല ചിന്തകളുടെ തോണി തൊഴിഞ്ഞുപോയി. ഇപ്പോഴും അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അച്ചമ്മയാണെങ്കിൽ കല്ലുവിനെ വളരെ കരുതലോടെയാണ് പരിചരിക്കുന്നത്. ഉച്ചയ്ക്കൊക്കെ അവൾക്ക് കൂട്ടാനായി പ്രത്യേകം കറികളാണ്. കൂടുതലും ഇലക്കറികൾ. ചീരയും മത്തയും ചേമ്പിൻ്റെ താളും മുരിങ്ങപ്പൂവും ഒക്കെയാണ് അവൾക്കായി എന്നും ഉണ്ടാക്കുന്നത്. ഗർഭിണി ആയതു മുതൽ ഇത്രയും നാളും ശോഭയായിരുന്നു അവളെ നോക്കിയത്. അതുകൊണ്ട് അവൾ ഇവിടെ നിൽക്കുന്ന ദിവസം സാമാന്യം തരക്കേടില്ലാതെ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് അവരുടെ ഉദ്ദേശം. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം കല്ലു അച്ചമ്മയും കൂടി നാട്ടുവർത്താനം പറഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് കണ്ണൻ്റെ ബൈക്ക് വരുന്നത് കല്ലു കണ്ടത്. ദേ അച്ചമ്മേ, കണ്ണേട്ടൻ! അവൾ വിളിച്ചു കൂവി. ചാടി എഴുന്നേക്കാൻ തുടങ്ങിയവളെ അച്ചമ്മ സ്നേഹപൂർവ്വം ശാസിച്ചു. മോളെ പതുക്കെ, വയറ്റിലൊരു കുഞ്ഞുണ്ട് കേട്ടോ. സോറി അച്ചമ്മേ, ഞാൻ പെട്ടെന്ന് ഏട്ടനെ കണ്ടപ്പോൾ. അതിന് കണ്ണൻ ഇവിടേക്കല്ലേ കുട്ടിയെ വരുന്നത്? ഒരു മയത്തിലൊക്കെ വേണോ എണീക്കാൻ? ഇല്ലെങ്കിൽ അകത്ത് കിടക്കുന്ന ആൾക്കാ ക്ഷീണം. സോറി അച്ചമ്മ, ഇനി ശ്രദ്ധിച്ചോളാം. അതും പറഞ്ഞുകൊണ്ട് കല്ലു കണ്ണൻ്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി. തുടരും.